زنوا فضل كل الرسول مع فضل أحمدي تروا فضله عن فضلهم يتميزون صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية സിനു നിങ്ങൾ തൂക്കി നോക്കുകയും ഫളല കുല്യ റുസുൽ എല്ലാ മുർസലുകളുടെയും എല്ലാ ദൂതന്മാരുടെയും മഹത്വങ്ങളെ ശ്രേഷ്ഠതകളെ മഅ ഫളലി അഹ്മദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠതയോടൊപ്പം എന്നാൽ തറൂ ഫളലഹു അൻ ഫളലിഹിം യതമയ്യസു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ മികവുകൾ ശ്രേഷ്ഠതകൾ മറ്റു അമ്പിയാക്കളുടെ മികവുകളെ തൊട്ട് ശ്രേഷ്ഠതകളെ തൊട്ട് വേർതിരിയുന്നതായി നിങ്ങൾക്ക് കാണാം. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം മികവുകൾ ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. മറ്റു അമ്പിയാക്കൾക്കും പല ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠതയും ആ അമ്പിയാക്കളുടെ ശ്രേഷ്ഠതയും ത്രാസിന്റെ രണ്ടു കഫത്തുകളിൽ വെച്ച് കഴിഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മികവുകളെ അത് പ്രബലമായി നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാം. എല്ലാ പ്രവാചകന്മാരെക്കാളും വലിയ ശ്രേഷ്ഠതയും മഹത്വവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ലികുല്ലി നബിയിൻ ഫിൽ അനാമി ഫളീലതു വജുംലതുഹാ മജ്മൂഅത്തുൻ ലിമുഹമ്മദി. ഓരോ നബിമാർക്കും ഓരോ ശ്രേഷ്ഠതകളുണ്ട്. അതെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാഹരിച്ചു നൽകപ്പെട്ടിരിക്കുന്നു. ഏത് വിഷയമെടുത്തു നോക്കിയാലും അത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഇമാമുകൾ പ്രത്യേകം അധ്യായം തിരിച്ചെഴുതിയിട്ടുണ്ട്. പൂർവികരായ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ അത്ഭുതങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, അതിന് തത്തുല്യമായതോ അതിനേക്കാൾ മികവാർന്നതുമായ ശ്രേഷ്ഠതകൾ, മികവുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകളെ കയ്യിലെ വടി കൊണ്ട് പാറ കടിച്ചപ്പോൾ പാറയിൽ നിന്ന് 12 അരുവികൾ പൊട്ടിയൊലിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പാറയിൽ നിന്നാണ് മൂസാ നബി അലൈഹിസ്സലാം വെള്ളം പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹുൽ ബുഖാരിയിൽ പല സ്ഥലത്തു കാണാം നബി തങ്ങളും സ്വഹാബാക്കളും ഇങ്ങനെ പോകുന്ന സമയത്ത് യുദ്ധാവശ്യാർത്ഥവും മറ്റുമൊക്കെ യാത്ര പോകുമ്പോൾ വഴിമധ്യേ വെച്ച് സ്വഹാബത്ത് പറയും, യാ റസൂലല്ലാഹ്, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വെള്ളമില്ല. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യുന്നത്? സ്വഹാബത്തിനോട് പാത്രം കൊണ്ടുവരാൻ പറയുന്നു. ആ പാത്രത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തൃക്കരം ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആ വിരലുകൾക്കിടയിൽ നിന്ന്, അങ്കുലികൾക്കിടയിൽ നിന്ന് ശുദ്ധമായ വെള്ളം പുറമെടുക്കുന്നു. വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അത് സംസമല്ല, ഹൗളുൽ കൗസറല്ല, അതിനേക്കാളെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്നും പൊട്ടിയൊലിച്ച വെള്ളമാണ്. കണ്ടോ, മൂസാ നബി അലൈഹിസ്സലാം പാറയിൽ നിന്നാണ് വെള്ളം പുറത്തു കൊണ്ടുവന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ കൈവിരലുകൾക്കിടയിൽ നിന്നാണ് വെള്ളം പൊട്ടിയൊലിക്കുന്നത്. ഇത് ബുഖാരിയിൽ പല സ്ഥലത്ത് കാണാം, മറ്റു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളവും അതാണ്. അത് കഴിഞ്ഞാൽ സംസം, രണ്ടാം സ്ഥാനമാണ് സംസം വെള്ളത്തിന്. പിന്നെ ഹൗലുൽ കൗസറാണ്. പിന്നെ ഈജിപ്തിലെ നൈൽ നദിയിലെ വെള്ളമാണ്. പിന്നെ ലോകത്തുള്ള എല്ലാ വെള്ളവും തുല്യമാണ്. കണ്ടോ, ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ മികവുകൾ എടുത്ത് പരിശോധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ശ്രേഷ്ഠതകൾ അത് മികച്ചു നിൽക്കും. നിങ്ങൾ നോക്കി നോക്കുകയും എല്ലാ മുർസലുകളുടെയും മഹത്വങ്ങളെ, ശ്രേഷ്ഠതകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയോടൊപ്പം എന്നാൽ നബി തങ്ങളുടെ ആ ശ്രേഷ്ഠത അതിങ്ങനെ വേറിട്ട് കാണും. മറ്റുള്ളവരെക്കാൾ പ്രബലപ്പെട്ട് കാണും. ഇതിങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് ആ നബിക്ക് ഈ മുഅ്ജിസത്ത് അല്ലാഹു നൽകിയില്ലേ, അപ്പൊ നബി തങ്ങൾക്ക് അതുപോലത്തതോ അതിനേക്കാൾ മികവുറ്റതോ ഉണ്ട് എന്ന് പറഞ്ഞൊരു മുഖാറണ, ഒരു മുവാസന ഇമാമുകൾ അവരുടെ കിതാബുകളിൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഓതിപ്പോയ സൂറത്തിന്റെ അൽ കൗസർ എന്നതിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റു അമ്പിയാക്കളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ മഹത്വങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വങ്ങൾ, ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളെ ഇമാമുകൾ പ്രത്യേകം എടുത്തു കാണിക്കുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ അത് വെള്ളത്തിലൂടെ, ജലപ്പരത്തിലൂടെ താഴാതെ മുങ്ങാതെ നടന്നു, സഞ്ചരിച്ചു. എന്നാൽ ഇമാം റാസി എഴുതുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ്ഖിൽ വഫഅല ഫി ഹഖ്ഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഹുവ അഅ്ദമു മിൻഹു. ഇതിനേക്കാൾ വലിയ സംഭവം നബി തങ്ങളുടെ ജീവിതത്തിലുണ്ട്, അല്ലാഹു സംഭവിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നദിക്കരയിൽ നിൽക്കുന്നു. അതാ കൂടെ ഇക്രിമത്തുൽ നബി ജഹലുണ്ട്. അബൂ ജഹലിന്റെ മകൻ ഇക്രിമ അന്ന് മുസ്ലിമായിട്ടില്ല. ഇക്രിമ പറഞ്ഞു, മുഹമ്മദേ, ആ കരയിൽ നിൽക്കുന്ന കല്ലുണ്ടല്ലോ, ആ കല്ല് നീ വിളിച്ചാൽ ഈ ജലപ്പരപ്പിലൂടെ മുങ്ങാതെ താഴാതെ ഇങ്ങ് വരണം, എന്നാൽ ഞാൻ മുസ്ലിമാകാം. എന്താ പറയുന്നത്? ആ കരയിലുള്ള മറുകരയിലുള്ള കല്ല്, ആ കല്ല് നീ വിളിക്കുമ്പോൾ താഴാതെ മുങ്ങാതെ ഈ വെള്ളത്തിലൂടെ ഞാൻ ഒഴുകി വരണം, എന്നാൽ ഞാൻ മുസ്ലിമാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കല്ലിനോട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, ഇശാറത്ത് ചെയ്തു. ആ കല്ല് അതിന്റെ സ്ഥാനത്ത് നിന്ന് അത് ഇളകി വെള്ളത്തിലൂടെ താഴാതെ ഇങ്ങനെ വന്നു. മതിയോ, മടങ്ങിപ്പോകണം. മടങ്ങിപ്പോകാൻ പറഞ്ഞു, കല്ല് മടങ്ങിപ്പോയി. ഇമാം റാസി എഴുതിയത് കാണാം. അപ്പോ മരം കൊണ്ടുണ്ടാക്കിയ കപ്പൽ വെള്ളത്തിൽ താഴാതിരിക്കുക എന്നുള്ളത് വലിയ അത്ഭുതമാണ്, വലിയ അത്ഭുതമല്ല. എന്നാൽ കല്ല് താഴാതിരിക്കുക എന്നുള്ളതും അത് അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയ മുഅ്ജിസത്തുകൾ അത് ഓരോന്നതോ അതിനേക്കാൾ മികവാർന്നതോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബികൾക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഇമാം റാസി അടക്കമുള്ള ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം കൂടെ പറയാം. അതാ ഇമാമുകൾ പറഞ്ഞു, മിൻ ഫളാഇലിഹി അന്ന മൻ തഖദ്ദമഹു മിനൽ അംബിയാഇ അലൈഹിമുസ്സലാം
كانوا يدفعون ويردون عن أنفسهم ما قرفهم به مكذبوهم من السفه والضلال والكذب وتولى الله عز وجل عن رسول الله صلى الله عليه وسلم ذلك. പൂർവികരായ പ്രവാചകന്മാരെ അവരുടെ ജനത കള്ളന്മാർ, വിഡ്ഢികൾ എന്ന് പല നിലക്കുള്ള ആക്ഷേപങ്ങളും പൂർവിക പ്രവാചകന്മാരെ പറ്റി അവരുടെ ജനത നടത്തി. അവർക്കൊക്കെ ആര് മറുപടി പറഞ്ഞു? ഈ പ്രവാചകന്മാർ തന്നെ മറുപടി പറഞ്ഞു. യാ ഖൗം ലൈസ ബി വലാല, മൂസാ നബി പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജനത ഇന്നാലെ നറാക ഫീ സഫാഹ എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു ലൈസ ബി സഫാഹ. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും അവർക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് അവരെന്നെ മറുപടി പറയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മറുപടി പറയുന്നത് അല്ലാഹുവാണ്. നബി തങ്ങൾക്ക് ഭ്രാന്താണെന്ന് ചില വിവരം കെട്ടവർ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ മറുപടി മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വമാ ضل സാഹിബുകും വമാ ഗവാ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നത് അല്ലാഹുവാണ്. അത് പറഞ്ഞാൽ തീരില്ല. അതാണ് നബി തങ്ങളുടെ മഹത്വവും മറ്റു അമ്പിയാക്കളുടെ മഹത്വങ്ങളും നോക്കി നോക്കിയാൽ നബി തങ്ങളുടെ മഹത്വം ഇങ്ങനെ മികവാർന്ന നിൽക്കും. അതൊക്കെ ബുർദയിലെ വരികളിൽ ചൊല്ലി നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടത് കോരിയെടുക്കുകയാണ്. അതെങ്ങനെ? ഇടമുറിയാതെ സമുദ്രത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിൽ വെള്ളം കോരിയാൽ എത്ര കിട്ടുക? നബി തങ്ങളുടെ മഹത്വത്തിലേക്ക് അപേക്ഷിച്ച് അമ്പിയാക്കളുടെ മഹത്വം അങ്ങനെയാണ്. അതല്ലെങ്കിൽ ഇടമുറിയാതെ വർഷിക്കുന്ന മഴ, അത് ഒരാൾ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുമ്പിയെടുത്താൽ എത്രയാണ് വായിൽ കിട്ടുക? അത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ കേട്ടതിന്റെ ബറക്കത്തുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമ്മെ രക്ഷപ്പെടുത്തി വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.